ഇന്നത്തെ രക്ഷാദൗത്യം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ പുഴയ്ക്ക് അപ്പുറം കടന്നിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം ഈ ചാലിയാറിന്റെ കുത്തൊഴുക്ക് എങ്ങനെയാണ് എന്നുള്ളത്. വളരെ ദുർഘടമായ ഒരു സാഹചര്യമാണ് ഈ പുഴ മുറിച്ചു കടക്കുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ നാട് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, ഒരു ആപത്ത് ഘട്ടം വരുമ്പോൾ നമ്മുടെ നാട്ടിലെ യുവാക്കൾ ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ്. എവിടെ നിന്നൊക്കെയോ ഉള്ള ആളുകൾ, പരസ്പരം പരിചയമില്ലാത്ത ആളുകൾ, അവർ കൈകോർത്തുകൊണ്ട് പല എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരാണ്, പല ജേഴ്സി, പല തരത്തിലുള്ള കളറുള്ള കുപ്പായങ്ങൾ ധരിച്ചവരാണ്. പക്ഷേ അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് കൈ കോർത്തുകൊണ്ട് ഈ പുഴ മുറിച്ച് കടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇവിടെ ഒരുപക്ഷെ രാഷ്ട്രീയമായി രണ്ട് ചേരിയിൽ നിൽക്കുന്ന ആളുകൾ, ഒരാൾ ഒഴുക്കിലേക്ക് പോകുമ്പോൾ അവരെ രക്ഷിക്കുന്നത് മറ്റ് ഒരു സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ. അങ്ങനെ കൈ കോർത്തുകൊണ്ടുള്ള ഒരു സന്നദ്ധ പ്രവർത്തനം, അതിൻ്റെ ഒരു ഏറ്റവും പീക്കായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ ചാലിയാറിൽ കണ്ടത് എന്നുള്ളതാണ്. ഇവിടുത്തുകാരായ യുവാക്കളാണ് ഇവിടെ ഈ പുഴ മുറിച്ച് കടക്കാനായിട്ട് ഇവരെ സഹായിക്കുന്നത്. അവർക്ക് കൃത്യമായി ഈ പുഴ അറിയാം, അവർ മുറിച്ച് കടക്കുന്നതാണ്, അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ വന്ന ആളുകളൊക്കെ ജില്ലയ്ക്ക് പുറത്തുനിന്നും അല്ലെങ്കിൽ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും വന്നവരാണ്. അവർക്ക് ഈ പുഴ അറിയില്ല. അവർ ഈ ഒഴുക്കിന് അങ്ങോട്ടേക്ക് കടക്കുമ്പോൾ ഒഴുക്കിൽ പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ നാട്ടുകാരായിട്ടുള്ള യുവാക്കൾ, ഈ പുഴ അറിയുന്ന യുവാക്കൾ ഇങ്ങോട്ടേക്ക് വരികയും അവരെ രക്ഷപ്പെടുത്തി അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും കൈ കൊടുത്ത് അവരൊരു കവചം തീർത്തുകൊണ്ട്, അതായത് താഴേക്ക് പോകാത്ത രീതിയിലുള്ള കവചം തീർത്തുകൊണ്ട് അവരെ അങ്ങോട്ടേക്ക് രക്ഷപ്പെടുത്തി അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ്. മറുഭാഗത്ത് ഇവിടുത്തെ ട്രൈബൽസ് ഉപയോഗിക്കുന്ന ചങ്ങാടമുണ്ട്. അവിടെ മുള കൊണ്ട് കെട്ടിയുണ്ടാക്കി. ഇവിടെ നേരത്തെ ട്രൈബൽസിന് പാലം ഉണ്ടായിരുന്നു. ആ പാലം കഴിഞ്ഞ പ്രളയത്തിൽ നഷ്ടപ്പെട്ടതാണെന്ന് അവർ പറയുന്നത്. അവർ സാധാരണഗതിയിൽ ഇങ്ങോട്ടേക്ക് കടക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചങ്ങാടമുണ്ട്. അവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ അത് കാണാം. ആ ചങ്ങാടത്തിലാണ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവരെ ആ ട്രൈബൽസ് കയറ് കെട്ടി വലിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു നാടിൻ്റെ കൂട്ടായി നിന്നുകൊണ്ട് ഒരു നാടിത ഈ രക്ഷാപ്രവർത്തനത്തിന് പങ്കാളികളാകുന്നു, ഈ തിരച്ചിലിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ്. നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഓടി വന്ന നൂറുകണക്കിന് വരുന്ന സന്നദ്ധ പ്രവർത്തകരെ ആണ് നമുക്ക് ഈ സാഹചര്യത്തിൽ കാണാൻ കഴിയുന്നത്. പല ആളുകളും ഇപ്പോൾ കാട്ടിലേക്ക് കയറി. അവിടെ ഉദ്യോഗസ്ഥർ കൃത്യമായുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുണ്ട്. അവർ നിർദ്ദേശം നൽകിയത് കൊണ്ട് ഇപ്പോൾ ഉൾവനങ്ങളിലേക്ക് കയറി പോവുകയാണ്. ഇപ്പം ഇടതുപക്ഷത്ത്, അതായത് പുഴ മുറിച്ചു കടന്നു പോയ ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഇനി ഈ ഭാഗത്ത്, അതായത് പുഴ മുറിച്ച് കടക്കാതെ തന്നെ വലത് സൈഡിലൂടെ കാടിലൂടെ കയറിപ്പോകുന്ന ഒരു വിഭാഗം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, അവരും പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് മാസ് തിരച്ചിലാണ്. ഇന്നത്തെ തിരച്ചിലെന്ന് പറയുന്നത് ഈ കാടിൻ്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കിയുള്ള തിരച്ചിലാണ്. കാരണം ഈ കാട് കൃത്യമായി അറിയുന്ന ട്രൈബൽസ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, ഈ പ്രദേശവാസികളായ നാട്ടുകാർ, ഇവിടെ അവർക്ക് ഈ കാടൊക്കെ പോയിട്ടുള്ളതാണ് ആ നാട്ടുകാർ, അത്തരത്തിലുള്ള നിരവധി ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിലായതുകൊണ്ട് തന്നെ കൃത്യമായ എങ്ങോട്ടേക്ക് പോകണം, എവിടെല്ലാം തിരയണം എന്നത് കൃത്യമായ വിവരം മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ കഴിക്കാനുള്ള ഭക്ഷണം ഉള്ളത് ഇവിടെ തയ്യാറാക്കേണ്ടത്, അത് അവർ കിറ്റാക്കി കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അവർ കൂടെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഉണ്ട്. എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനുള്ള ആളുകളുണ്ട്. അങ്ങനെ കൃത്യമായി ഒരു നിർദ്ദേശം, കൃത്യമായി ആരെല്ലാം എങ്ങോട്ടെല്ലാം പോകണം എന്നുള്ള നിർദ്ദേശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കൃത്യമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കാട്ടിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ കാട്ടിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഈ ഡീപ്പ് ഫോറസ്റ്റ്, മുണ്ടേരിയിൽ നിന്ന് മുകളിലേക്ക് സൂചിപ്പാറ ഭാഗത്തേക്ക് ഡീപ്പ് ഫോറസ്റ്റിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. എന്നാൽ ഇതേപോലെ തന്നെ ഈ സമാനമായി തന്നെ താഴേക്കും തിരച്ചിൽ നടക്കുന്നുണ്ട്. അതായത് ഈ ചാലിയാറിലേക്കും അങ്ങോട്ടേക്കും തിരച്ചിൽ നടക്കുന്നുണ്ട്. അവിടെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഇത് സമാനമായ രീതിയിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും അത്തരത്തിൽ തിരച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. വെള്ളമുള്ള ഭാഗങ്ങളിൽ ബോട്ട് ഉപയോഗിച്ച് തന്നെ തിരച്ചിൽ നടത്തുന്നു. അല്ലാത്ത ഭാഗങ്ങളിൽ പുഴയിൽ ഇറങ്ങിക്കൊണ്ട് തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അതായത് അതായത് പുഴയുടെ മറുഭാഗത്തു കൂടെ പുഴ മുറിച്ച് കടക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് കാണുന്നത്. അത് ഈ ഭാഗത്ത് പുഴയുടെ വലതുവശത്തുള്ള കാട്ടിലേക്കാണ് അവർ പോകുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.